അമേരിക്ക മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന് പ്രശസ്ത ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാൻഡിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അമേരിക്കയുടെ 1/3 സംസ്ഥാനങ്ങൾ ഇതിനകം മാന്ദ്യത്തിലോ അല്ലെങ്കിൽ മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മാർക്ക് സാൻഡി പറയുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധി പ്രവചിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് ഈ മാർക്ക് സാൻഡി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് നടന്ന കളിയൊക്കെ ഇതിന്റെ ഭാഗമാണോ? എസ്കെൻ, വളരെ കൗതുകരമായ സാഹചര്യത്തിലേക്കാണ് അമേരിക്ക പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോകം മുഴുവൻ കീഴടക്കാനുള്ള ശ്രമം, എല്ലാവർക്കും താരിഫ് ഏർപ്പെടുത്താനുള്ള ശ്രമമൊക്കെ ട്രംപ് നടത്തുന്നതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് എക്കണോമിസ്റ്റ്, അദ്ദേഹം ഒരുപക്ഷെ 2008 വലിയ സാമ്പത്തിക മാന്ദ്യം, ആഗോള സാമ്പത്തിക മാന്ദ്യം ആദ്യം പ്രവചിച്ച പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് അദ്ദേഹം, മാർക്ക് സാൻഡി. ആ മാർക്ക് സാൻഡിയാണ് ഇപ്പോൾ പറയുന്നത് അമേരിക്ക വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാൻ പോകുന്നു. അത് 2008 സമാനമായ രീതിയിൽ, അന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച എന്നുള്ളതാണ്. അതുമാത്രമല്ല, അമേരിക്കയുടെ 1/3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നമുക്കറിയാവുന്ന പോലെ മസാച്യൂസെറ്റ്സും അടക്കമുള്ള പ്രധാനപ്പെട്ട 1/3 സംസ്ഥാനങ്ങൾ, അമേരിക്കയുടെ 1/3 സംസ്ഥാനങ്ങൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ അമേരിക്ക ഏറെക്കുറെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നൊരു വിവരവുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അതാണ്. അതുമാത്രമല്ല, തൊഴിൽ സുരക്ഷിതത്വം എന്നുള്ളത് അമേരിക്കയിൽ നഷ്ടമാകാൻ പോകുന്നു. ആ തൊഴിൽ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എസ്കെൻ ചോദിച്ചതുപോലെ തന്നെ തൊഴിൽ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അമേരിക്കയിലെ കമ്പനികളിലേക്ക് വരുന്ന ഔട്ട്സോഴ്സിംഗ് എല്ലാം ഇപ്പോൾ നിർത്തിവെച്ച്, അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾക്കുള്ള ആളുകളുടെ തൊഴിൽ നിർത്തിക്കൊണ്ട് അമേരിക്കക്കാർക്ക് മാത്രം തൊഴിൽ നൽകുക എന്ന തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് തൊഴിൽ നഷ്ടമാകുന്നു. അത് മാത്രമല്ല, കടുത്ത വിലക്കയറ്റത്തിലേക്ക് അമേരിക്കയുടെ സംസ്ഥാനങ്ങൾ പോകാൻ പോകുന്നു. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ 2.7% ഇപ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ആ പണപ്പെരുപ്പം 4% വർദ്ധിക്കാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും 4% പണപ്പെരുപ്പം വർദ്ധിക്കാൻ പോകുമ്പോൾ അമേരിക്കക്കാർക്കുള്ള വാങ്ങൽ ശേഷി, ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള ശേഷി കുറയുകയും വലിയ രൂപത്തിൽ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് അമേരിക്കക്കാർ പോവുകയും ചെയ്യും. അങ്ങനെ വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം, തൊഴിൽ ലഭ്യതയുടെ കുറവ്, അങ്ങനെ മൊത്തത്തിൽ അമേരിക്ക ഒരു ആഗോള തലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അമേരിക്കക്കാർ പോകുന്നു എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ മാർക്ക് സാൻഡിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്ക ലോകം മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്ന വെളിപ്പെടുത്തലാണ് മാർക്ക് സാൻഡി നടത്തിയിട്ടുള്ളത്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.